ദൈവത്തിന് മനുഷ്യനോടുള്ള അയോഭാവ നിമിത്തമാണ് ഈ സന്ദേശം വീണ്ടും വീണ്ടും അറിയിക്കുവാൻ ഞങ്ങൾ ക്രിസ്തുവിൽ ശരണപ്പെട്ട് കടന്നു വന്നിരിക്കുന്നത്. ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്ന സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്നുള്ളത്. ജനനം എന്ന മൂന്നക്ഷരം, ജീവിതം എന്ന മൂന്നക്ഷരം, മരണം എന്ന മൂന്നക്ഷരം, ഉയർപ്പ് എന്ന മൂന്നക്ഷരം, നിത്യത എന്ന മൂന്നക്ഷരം, അങ്ങനെ 15 അക്ഷരങ്ങളാൽ വിന്യസിച്ച് ജീവിക്കുന്ന സത്താവിശേഷമാണ് മനുഷ്യനെങ്കിലും നിത്യത നീണ്ടു നിവർന്നു കിടക്കുന്ന ഒന്നാണെന്ന് വേദപുസ്തകം പഠിക്കും. നിത്യത, 2 നിത്യതകളാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. ഒന്ന് സ്വർഗമാകുന്ന നിത്യതയും മറ്റൊന്ന് നരകമാകുന്ന നിത്യതയും. സ്വർഗമാകുന്ന നിത്യതയിൽ പോകണമെങ്കിൽ ഭൂമിയിലെ ജീവിതത്തിൽ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അതിനാധാരമായി തിരുവഴുത്തിൽ നിന്നും വേദഭാഗം വായിച്ച് എനിക്ക് ലഭിച്ചിട്ടുള്ള സമയം അത് നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്വർഗമാകുന്ന നിത്യതയിൽ നിത്യകാലം വാഴണമെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. നിത്യജീവൻ നൽകുവാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അതാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു പറഞ്ഞു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, വിശ്വസിക്കാത്തവൻ ജീവന്റെ ജീവിതത്തിൽ നിത്യജീവൻ പ്രാപിക്കാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിത്യജീവന് അനുഗ്രഹമായി തീരേണ്ടതിന്, നിത്യജീവൻ പ്രാപിക്കുവാൻ ഇടയാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി ഈ സന്ദേശം ശ്രമിക്കണമേ എന്ന് ഞങ്ങൾ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ വായിച്ച വേദഭാഗം ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, നശിച്ചു പോകാതെ. പുത്രനിൽ വിശ്വസിക്കാത്തവർ നശിച്ചു പോകും. നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കുവാൻ കഴിയാത്ത നിലയിലുള്ള നാശമാണ്. നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ട മനുഷ്യനെ ദൈവം സ്നേഹിച്ചു എന്നുള്ള ആ സ്നേഹത്തിന്റെ സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തന്റെ ഏകജാതനായ പുത്രൻ അഥവാ ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും, അവിടെ അടിവരയിട്ട് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല, ആരെയും ഒഴിവാക്കിയിട്ടില്ല. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ മനുഷ്യവർഗത്തിനു വേണ്ടി രക്ഷയൊരുക്കിയിരിക്കുകയാണ്. ആ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പുതുതായി ജനിക്കണം. ഒരു ജനനത്തിലൂടെ മാത്രമേ നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് കഴിയൂ. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചേക്കാം, ഞങ്ങളൊക്കെ ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളായി ജനിച്ചവരല്ലേ? അതെ, അത് ശരിയാണ്. ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളായി ലോകത്തിൽ ജനിച്ചവരാണ് നാമൊക്കെ. പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പാപത്തിൽ ജനിച്ചു വീണ മനുഷ്യന് ഒരു പുതുജനനം ആവശ്യമാണെന്ന് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. എന്താ പുതുജനനം? വീണ്ടും ജനനം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിക്കോദെമോസ് എന്ന പരീക്ഷ പ്രമാണിയോട് യേശുക്രിസ്തു പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു നിക്കോദെമോസേ, പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണാൻ ആർക്കും കഴിയില്ല. അദ്ദേഹത്തിനൊരു സംശയം, എങ്ങനെയാ പുതുതായി ജനിക്കുന്നത്? മനുഷ്യൻ വൃദ്ധനായ ശേഷം അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കണമോ? അദ്ദേഹം ചോദിച്ചു, കർത്താവേ, ഞാൻ ഒന്ന് ജനിച്ച വ്യക്തിയല്ലേ, ഇനി അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കണമോ? യേശു പറഞ്ഞല്ലോ, പുതുതായി ജനിക്കുകയെന്ന് പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. സ്വർഗരാജ്യം ഒന്ന് കാണണമെങ്കിൽ പുതുതായി ജനിക്കണം. സ്വർഗരാജ്യത്ത് കടക്കണമെങ്കിൽ പുതുതായി ജനിക്കണം.
പുതുതായി ജനിക്കാതെ ആർക്കും സ്വർഗരാജ്യം കാണുവാനോ സ്വർഗരാജ്യത്ത് കടക്കുവാനോ കഴിയുകയില്ലെന്ന് വിശുദ്ധ പുസ്തകം വെളിപ്പെടുത്തുന്നു. അങ്ങനെ പുതുതായി ജനിക്കാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ പുതുതായി ജനിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് പുതുതായി ജനിക്കുന്നത്? റോമാലേഖനം 10-9 വ്യക്തമായി പറയുന്നു. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയണം, ദൈവവനെ മരിച്ചവനെ ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, എന്നാൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി